ഇന്നു മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ബി.ജെ.പി. യാത്ര പ്രഖ്യാപിച്ചത്. അയോധ്യയിലും സമീപ ജില്ലകളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സന്യാസിമാരെയും വി.എച്ച്.പി. പ്രവർത്തകരെയും തടയാൻ അയോധ്യയിലേക്കുള്ള വഴികൾ പോലീസ് പൂർണ്ണമായും അടച്ചു. പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്ര ആരംഭിക്കുന്ന മക്കോദയിൽ പോലീസ് CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സുരക്ഷാ സംവിധാനത്തിന് 10 കമ്പനി ദ്രുതകർമ്മസേന എത്തി. സുരക്ഷാസേന ഇന്നലെ ഫ്ളാഗ് മാർച്ച് നടത്തി. ഇതിനിടെ യാത്ര നിരോധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്ത ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. എന്നാൽ യാത്ര തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കുമെന്ന് വി.എച്ച്.പി. വക്താവ് ശരത് ശർമ്മ അറിയിച്ചു. അശോക് സിംഗാൾ, വിനയ് കട്ടിയാർ, രാംവിലാസ് വേദാന്തി, മഹൻ സുരേഷ് ദാസ്, പ്രവീൺ തൊഗാഡിയ തുടങ്ങിയ നേതാക്കളുടെ നീക്കം പോലീസ് കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. അറസ്റ്റിലാകുന്നവരെ താമസിപ്പിക്കാൻ പദയാത്ര നടക്കുന്ന 6 ജില്ലകളിലായി 22 താൽക്കാലിക ജയിലുകളും ഒരുക്കിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ പിന്തുണയോടെയാണ് യാത്ര. പലരുടെയും അനാവശ്യ പ്രസ്താവനകളാണ് സംഘർഷം സൃഷ്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് പറഞ്ഞു. യാത്ര സമാധാനപരമായി പൂർത്തിയാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. യാത്ര നിരോധിച്ച യു.പി. സർക്കാർ നടപടിയെ ബി.ജെ.പി. അധ്യക്ഷൻ രാജ്നാഥ് സിംഗും രൂക്ഷമായി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.